ചെങ്കടലിൽ നിന്ന് അമേരിക്കയുടെ കപ്പലുകൾ പൂർണ്ണമായിട്ട് പിൻവലിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഹാരിസ് ട്രൂമാൻ കപ്പൽ തിരിച്ചുപോയി എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ഈ മേഖലയിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവസാനിച്ചിരിക്കുന്നു എന്നതിനാലും യമനുമായി യുദ്ധം ചെയ്തിരുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ തുടരേണ്ട കാര്യമില്ല എന്ന സ്ഥിതിയിലേക്ക് അമേരിക്ക എത്തിയിരിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ദയനീയമായിരിക്കുന്ന പരാജയമാണ് ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടായത് എന്ന് ലോകം സ്ഥിരീകരിക്കപ്പെട്ടതാണ്. വീണ്ടും വീണ്ടും യമനെ ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഭീമമായിരിക്കുന്ന സാമ്പത്തിക ബാധ്യതയിലേക്ക് യഥാർത്ഥത്തിൽ അമേരിക്ക മാറുകയാണ്. അതുകൊണ്ട് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ തങ്ങൾക്ക് ഇതുവരെ ഏതെങ്കിലും ഒരു വിജയം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. 100-ലധികം ആളുകൾ യമനികളെ കൊലപ്പെടുത്തി എന്നതൊഴികെ. അതിന് പകരം ഈ ഭാഗത്ത് വലിയ രീതിയിലുള്ള ശക്തമായിരിക്കുന്ന ആക്രമണം നാശങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചിലത് മാത്രമാണ് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നത്. 2 കപ്പൽ പൂർണ്ണമായി എന്ന തരത്തിൽ തന്നെ തകർന്നു പോയിരിക്കുന്നു. ഒരു കപ്പലിൻ്റെ ഭാഗം ഇപ്പോഴും കടലേക്ക് ചാഞ്ഞു കിടക്കുന്ന സ്ഥിതിയാണ്. 2-ലധികം യുദ്ധവിമാനങ്ങൾ തകർത്തിരിക്കുന്നു. ഇതെല്ലാം യമൻ അത്രയും ദൂരത്ത് നിന്ന് ആക്രമിച്ചുകൊണ്ട് വരുത്തിയതാണ്. ഇങ്ങനെ വലിയ നാശങ്ങൾ വരുത്തുകയും മുന്നേറാൻ വേണ്ടി സാധിക്കാത്ത വിധം തളച്ചു കിട്ടുന്ന രീതിയിലേക്ക് അമേരിക്ക മാറുകയും ചെയ്തതിനാൽ തങ്ങൾ ഇനി ഇവിടെ തുടരുന്നില്ല എന്നുള്ളതാണ് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്ന കാര്യം.